ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. എന്നിട്ട് ഇതേ വിഷയം നിലപാടെന്ന് പറഞ്ഞ ഇതേ വിഷയത്തില് അഖിൽ മാരാർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാറ്റിപ്പറഞ്ഞ നിലപാടുകൾ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പൊളിച്ചെടുക്കാൻ നോക്ക്. 3 വട്ടം തന്തയെ മാറ്റിയവൻ തന്ത തന്റെ സ്റ്റാറ്റസിന് ഒത്തവനല്ല എന്ന തോന്നലിൽ 3 തവണയാണ് ഈ തീട്ടം തന്തയെ മാറ്റിയത്. ആ തീട്ടം ഹാഷ്മിയുടെ തന്തക്ക് വിളിക്കുന്നു. ആലോചിക്കണം. 3 വട്ടം തന്റെ സ്റ്റാറ്റസിന് തന്റെ തന്ത പറ്റില്ല എന്ന് കണ്ട് 3 വട്ടം തന്തയെ മാറ്റിയവൻ ഹാഷ്മിയുടെ തന്തക്ക് വിളിക്കുക. എന്തേ കാര്യം മറ്റൊന്നല്ല. ഈ കഴിഞ്ഞ ദിവസം 24-ലെ ഒരു പരിപാടിയിൽ ഹാഷ്മി ഇവന്റെ എല്ലാ ഉടായ്പും വലിച്ചു കീറി വലിച്ച് ഭിത്തിയിലൊട്ടിച്ചു. ആ ഭിത്തിയിലൊട്ടിച്ചതിൽ പിന്നെ തുടങ്ങിയ വെപ്രാളമാണ്. ആ വെപ്രാളം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഒരു ചാനൽ ചർച്ചയിൽ നടന്ന തനിക്ക് തൻ്റെ ഭാഗം പറയാൻ കഴിയാതെ പോയി. മാത്രമല്ല തൻ്റെ വാദങ്ങളെ ഓരോന്നായിട്ട് പൊളിച്ചടുക്കിയതിൻ്റെ ഒരു വെപ്രാളത്തിൽ അല്ലെങ്കിൽ വൈരാഗ്യത്തിൽ, വെപ്രാളം എന്നതിനെ പറയാൻ പറ്റില്ല, വെപ്രാളത്തിൽ എങ്ങനെയാ ഒരാളുടെ തന്തക്കും തള്ളക്കും വിളിക്കുന്നത്, ഒരാളെ അധിക്ഷേപിക്കുന്നത് എന്തർത്ഥത്തിലാ? അപ്പോൾ അതിനുള്ള കാരണം ഒറ്റൊന്നു മാത്രമാണ്. അതിനുള്ള കാരണം താൻ തേഞ്ഞൊട്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തേഞ്ഞൊട്ടി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹാഷ്മിയെ അധിക്ഷേപിച്ചു കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇത് ആരാ വരുന്നത്? 3 വട്ടം സ്വന്തം തന്തയെ 3 തവണ മാറ്റിയവൻ അവൻ ഹാഷ്മിയുടെ തന്തക്ക് വിളിക്കുന്നു. ആലോചിക്കണം. ഊമ്പാൻ കിട്ടാൻ ദുട്ട് കിട്ടിയാൽ ഊമ്പാൻ റെഡിയായി നിൽക്കുന്നവൻ മറ്റുള്ളവരെ തെറി വിളിക്കുക. ഇപ്പം ഇവൻ തന്നെ ഈ പറയുന്ന 24-ലെ ചർച്ചയിൽ ഇവൻ ജിൻഡോ ജോണിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊരു നാരങ്ങാ വെള്ളം വാങ്ങിത്താ, ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാം. അതാണ് വെരി സിമ്പിൾ. ഇവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. പണം എവിടെ കിട്ടുമോ അവിടെ ശരണം പ്രാപിക്കുക. എവിടെ നിന്നാണോ ദുട്ടുണ്ടാക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യാനും ഈ ചെറ്റ റെഡിയാ. എന്നിട്ട് ആ ചെറ്റ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കുക. അല്ലേ? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. ഇപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്നിട്ട് ആ ചർച്ചയിൽ താൻ പരാജയപ്പെട്ടു പോയി, തനിക്ക് ആ ചർച്ചയിൽ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു ഹാൻഡ് കിട്ടിയില്ല, ഒരു അപ്പർ ഹാൻഡ് കിട്ടിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവതാരകനായിരുന്ന വ്യക്തിയെ തെറി വിളിക്കുക, അധിക്ഷേപിക്കുക. അത് ഇവനിൽ നിന്ന് നമ്മൾ അതാ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. കാരണം ഇവനിൽ നിന്ന് എന്തോ വലിയ പുണ്യപ്രവൃത്തിയൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം 3 വട്ടം തന്തയെ മാറ്റിയവനിക്ക് ഇതിലപ്പുറം എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പം ഇവരെ പോലെയുള്ള ചെറ്റകൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആരെയും അധിക്ഷേപിക്കാം, ആരുടെയും തന്തക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ അത് വകവെച്ച് കൊടുക്കാൻ പറ്റില്ല. അല്ലേ? ഇപ്പം നമ്മളൊരു സംവാദത്തിന് പോയി. ആ സംവാദത്തിന് പോകുമ്പോൾ അപ്പുറത്തുള്ളവൻ്റെ വാദങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ എത്തും, അതിൽ സംവദിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും, ചിലപ്പോൾ കിട്ടൂല. ഒന്നില്ലെങ്കിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ പോയിട്ട് ചീഞ്ഞളിഞ്ഞ് നാറി ഇറങ്ങി വരുമ്പോൾ അത് അവിടെ അവസാനിപ്പിക്കണം. അതിനപ്പുറം അതിൽ പങ്കെടുത്ത ആളുടെ തന്തക്കും തള്ളക്കും വിളിക്കുക എന്ന് പറയുന്നത് ഈ തന്തയില്ലായ്മൻ്റെ ഒരു ഏർപ്പാടാണ്. അതാണ് ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം തന്ത എന്നൊന്നും പറയുന്നത് ഒരു കാര്യമില്ല. കാരണം എന്താ? അവൻ്റെ തന്തക്ക് അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ. അവൻ്റെ തന്തയെ അവൻ പലതവണ മാറ്റി അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് കരുതിയിട്ട് ഇവനെ പോലെയാണ് ബാക്കിയുള്ളവർ എന്ന് കരുതരുത്. മനസ്സിലായില്ലേ? ഇവനെ സംഭവം എന്തുണ്ടായിന്ന് ചോദിച്ചാൽ ആകെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി, അങ്ങനെ പൊട്ടി തവിട് പൊടിയായി, ഇടുക്കാച്ചിരക്കായി, പല വരുമാന മാർഗങ്ങളും ഉണ്ടായിരുന്നത് മുട്ടി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്താകുന്നത്? ഈ പറയുന്ന സാബു ജേക്കബിനെതിരെ കൊടുവാളായിട്ട് ഇറങ്ങുന്നു, BJPക്കെതിരെ കൊടുവാളായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ വീണ്ടും ഒരു കാലുമാറ്റം, അല്ലെങ്കിൽ ഇപ്പം നിന്നോടത്തു നിന്നൊന്ന് മാറി നിന്നിട്ട് എങ്ങനെയെങ്കിലും ഇത്രകാലം ഉണ്ടായിരുന്ന പരിപാടിയും വരുമാനമൊക്കെ തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയായിരുന്നു.
അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹാഷ്മി വിളിച്ചു കൊണ്ടുപോയിട്ട് ചാനലിൽ ഇരുത്തിയിട്ട് നാറ്റിച്ച് വിടുന്നത്. അതോടുകൂടി തകർന്നു മൂപ്പര്. കാരണം എന്താ, ഇപ്പം സാബു ജേക്കബിനെ തെറി വിളിച്ചത് എന്തിനാ? സാബു ജേക്കബിനെ തെറി വിളിച്ചത് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ NDAയുടെ ഭാഗമായി മത്സരിച്ചതിന് ശേഷം എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഒരുപാട് സ്രോതസ്സുകൾ, സോഴ്സ് ഓഫ് ഫണ്ടിങ് നഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഇനി സാബു ജേക്കബിനെ തെറി വിളിച്ച് BJPയെ തെറി വിളിച്ച് അവിടെ നിന്ന് മെല്ലെ ഊരി ഞാനൊരു നിഷ്പക്ഷനാണ്, അല്ലെങ്കിൽ ഞാൻ പാർട്ടിയൊന്നും ഇല്ലാത്തവനാണ് എന്ന് വരുത്തി തീർത്താലേ ഇനി ആ പഴയ സോഴ്സൊക്കെ തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ, വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിന്നാണ് സാബു ജേക്കബിനെയും മറ്റുള്ളവരൊക്കെ തെറി വിളിച്ച് വലിയ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയത്. അതിറങ്ങിയിട്ട് ഇതൊന്ന് ക്ലച്ച് ആവും, എന്നെ ഇനി ബാക്കിയുള്ളവരൊക്കെ വിളിക്കൽ നിർത്തിയ ആളുകളൊക്കെ ഇനി വിളിക്കും, ഇനി 4 വരുമാന മാർഗം ഉണ്ടാകും, ഏണിങ്സ് ഉണ്ടാകും എന്നൊക്കെ കരുതി നിൽക്കുമ്പോൾ ഹാഷ്മി വിളിച്ചുകൊണ്ട് പോയിട്ട് വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുത്തു. തീർന്നോ? അതോടുകൂടി തീർന്നു. അപ്പോൾ എല്ലാ വൈരാഗ്യവും ഇത്രയും ദിവസം സാബു ജേക്കബിനോട് അത്ര വലിയ വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഹാഷ്മിയോട് വലിയ വൈരാഗ്യ. സാബു ജേക്കബിൻ്റെ തന്തക്ക് വിളിച്ചോ, അല്ലെങ്കിൽ സാബു ജേക്കബിൻ്റെ തള്ളക്ക് വിളിച്ചോ? ഒന്നും ചെയ്തില്ല. പക്ഷെ ഹാഷ്മിയുടെ തന്തക്ക് വിളിക്കുക. എന്താ കാര്യതാ? ഹാഷ്മി എല്ലാ ഇവൻ്റെ മുഖങ്ങളും മുഖം മൂടിയും വലിച്ചങ്ങോട്ട് കീറി. ഇവനൊരു ചെറ്റയാണെന്ന് ഹാഷ്മി പറയാതെ പറഞ്ഞു കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്. കേരളത്തിൻ്റെ പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയുണ്ടല്ലോ, ഹാഷ്മി പറഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. ആ ഏറ്റെടുത്തതിന് ശേഷം വല്ലാത്ത വെപ്രാള. അപ്പോൾ സാബു ജേക്കബിൻ്റെ തന്തക്ക് വിളിച്ചില്ല, മറ്റുള്ള ആരുടെ തന്തക്കും വിളിച്ചില്ല, ഹാഷ്മിയുടെ തന്തക്ക് വിളിക്കുക. മനസ്സിലായില്ലേ? അതാണ് ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നല്ല ഒന്നാന്തരം ഇവൻ ഒരു എന്താ പറയേണ്ടത്, ഇവൻ ഒരു പക്ക വർഗീയവാദിയാണ്. അതിനപ്പുറം ഇവനൊരു പക്ക പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, പൈസ കിട്ടുമോ എന്നാ റെഡി എന്നുള്ള ലെവലാണ് ഇവൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഇവൻ ആരെയും മാറ്റും, സ്വന്തം തന്തയെ വരെ മാറ്റും. ഇപ്പോൾ ഒരാൾ ഒരു 10 റുപ്യ കൊടുത്താൽ മതി, 10 റുപ്യ കൊടുത്തിട്ട് പറയാം ഞാനാണ് നിൻ്റെ തന്ത, അവൻ പറയും ഇതാണ് എൻ്റെ തന്ത. മറ്റൊരാൾ 20 കൊടുത്താൽ നീയാണ് എൻ്റെ തന്ത. ഇനി വേറൊരാൾ 50 കൊടുത്തോ നീയാണ് എൻ്റെ തന്ത. മനസ്സിലായില്ലേ? അങ്ങനെ പണം കിട്ടിയാൽ എന്ത് ചെറ്റത്തരം ചെയ്യാനും റെഡിയായിട്ട് നിൽക്കുന്ന ഇവൻ ഒരു ചാനൽ ചർച്ചയിൽ തൻ്റെ പൊയ്മുഖങ്ങൾ, തൻ്റെ കള്ളക്കളികൾ, തൻ്റെ കാപട്യം ഒരാൾ തുറന്നു കാട്ടി എന്നതിൻ്റെ പേരിൽ അയാളുടെ തന്തക്കും വിളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പോൾ ഇവൻ്റെ സംസ്കാരം എന്നൊന്നും അതിനെ പറയാൻ പറ്റില്ല. കാരണം എന്താ, ആ വാക്ക് പോലും ഇവൻ്റെ കാര്യത്തിൽ അപ്ലിക്കബിൾ അല്ല. ഈ സംസ്കാരം എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, അത് ഈ അഖിൽ കോട്ടത്തല അവൻ്റെ കാര്യത്തിൽ ആ വാക്ക് പോലും അപ്ലിക്കബിൾ ആവില്ല. കാരണം എന്താ, അമ്മാതിരി ചെറ്റയാണ് ഇവൻ. മനസ്സിലായില്ലേ? സദാസമയങ്ങളിൽ എന്ത് കാര്യം ചോദിച്ചു നോക്ക്, പണം തന്നാ എന്തും ചെയ്യാൻ റെഡി എന്ന് അവൻ പറയുന്നത്. അവൻ തന്നെ പറയുന്നതാ. ജിൻഡോയോട് പറഞ്ഞതാണ്, നാരങ്ങാ വെള്ളം വാങ്ങിത്തന്ന ജിൻഡോയെ കുറിച്ച് നല്ല പറയാം. അപ്പുറത്ത് പണം തന്നാൽ തന്തയെ മാറ്റി പറയാം. അങ്ങനെ ഇവൻ്റെ ഏർപ്പാട്, ഇത് നമ്മൾ കണ്ടുപിടിച്ച ഏർപ്പാടൊന്നല്ല, ഇവൻ തന്നെ ഇവൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതാ. പണം കിട്ടിയാൽ എന്തിൽ എല്ലാം പെടും കേട്ടോ, ഇതിനും റെഡിയാണ് ഇവൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മാധ്യമ സ്ഥാപനം, ആ മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നു. അപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പറ്റുമെങ്കിൽ പോകാം, പറ്റുമെങ്കിൽ പോകാതിരിക്കാം, പറ്റില്ലെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ആരും തട്ടിക്കൊണ്ടുപോയിട്ട് ഇയാളെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് ഇമാതിരി പരിപാടിയൊന്നും ചെയ്യൂല. അപ്പോൾ അങ്ങനെ ഇവൻ്റെ ഇഷ്ടപ്രകാരം പോയി അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇവൻ്റെ കള്ളക്കളികളും കാവട്യങ്ങളും ഒക്കെ വലിച്ചു കീറി പുറത്തിട്ട് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് ചെറ്റത്തരം വിളിച്ച് പറയുന്നവൻ അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യനെ വെറുതെ ആവശ്യമില്ലാതെയുള്ള ഹാഷ്മിയുടെ തന്തക്ക് വിളിച്ചത്. ഇതുവരെ ഈ വീഡിയോയിൽ മാത്രമല്ല കേട്ടോ, ഇവൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വേറെ കിടക്കുന്നുണ്ട്, അതിലും ഇതേ രീതിയിൽ ഹാഷ്മിയെ അധിക്ഷേപിക്കുകയാണ്. എന്താ കാര്യം വേറൊന്നുമല്ല, ഹാഷ്മി ഇവനെ വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിച്ചു. ഇപ്പം ഇവൻ്റെ ആവശ്യം എന്താ, ഇനി വീണ്ടും ഇതുപോലൊരു പബ്ലിക്കിൽ ഒരു ചർച്ച നടത്തണോ? എന്തിന്
ഇവനെ പോലെയുള്ള തീട്ടത്തിരുവായിട്ട് ആശ്മി, ഫസ്റ്റ് ഓഫ് ഓൾ ആശ്മി ഇങ്ങനെ ഒരു സംഭവം നടത്താൻ പാടില്ലായിരുന്നു. കാരണം ഒരു തീട്ടത്തിരെയൊക്കെ വിളിച്ചു കൊണ്ടൊന്ന് സ്റ്റുഡിയോ റൂമിലൊന്നും ഇരുത്താനേ പാടില്ല. അമ്മാതിരി തീട്ടാണ്. എന്നിട്ട് അതിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ബാക്കിയുള്ളവൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കുക. മനസ്സിലാക്കണം, 3 തവണ തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി തന്നെ ജനിപ്പിച്ചു എന്ന് ഇവൻ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ച തന്തയെ പോലും മാറ്റി പറഞ്ഞവനാണ് ഇവൻ. നോട്ട് ദ പോയിന്റ്.